നമസ്കാരം. ഈ പൊന്നുമോന് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് എന്ന പ്രദേശത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തു കൂടിയായ ഷമീർ ആനക്കല്ലിൻ്റെ ഇരട്ട മക്കളിൽ ഒരാളാണ്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ വീഡിയോ ഒന്ന് ദയവ് ചെയ്ത് മറ്റുള്ള ജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണം. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുകയും വേണം. പ്രിയപ്പെട്ടവരെ, 2 മാസങ്ങൾക്ക് മുമ്പ് ആദമ്പടി എന്ന ഞങ്ങളെ നാട്ടിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2 മാസത്തോളം ചികിത്സിക്കുകയും ഇപ്പോൾ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൂടുതലൊന്നും വേണ്ട പ്രിയപ്പെട്ടവർ, വെറും 10 ലക്ഷം രൂപ മാത്രം മതി. അങ്ങനെ നമ്മൾ 10 ലക്ഷം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടാനുള്ള കാരണം ഞങ്ങളുടെ നാട്ടുകാരനായ, അതിലേറെ ഈ വിനീതൻ സേവനം ചെയ്യുന്ന ഗോതമ്പ് റോഡ് ജീലാനി മസ്ജിദിൻ്റെ മഹലിൻ്റെ കീഴിലും ഇഹ്യാഉദ്ദീൻ മദ്രസ വിദ്യാർത്ഥിയുമായ റിഹാൻ എന്ന് പറയുന്ന 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇദ്ദേഹത്തിൻ്റെ മകൻ 17 വയസ്സുള്ള റിഹാൻ എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്സിഡൻറ്റിൽ പരിക്ക് പറ്റി അരക്ക് പൂർണ്ണമായിട്ടും തളർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു അനിയനാണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾ പറ്റുന്ന സഹായം ചെയ്യുക, ഷെയർ ചെയ്യുന്നവർ ഷെയർ ചെയ്യുക. പറ്റുന്ന ക്യാഷ് ആയാലും ഞങ്ങളെ ഈ ഒരു അനിയന് വേണ്ടി എല്ലാവരും അയച്ചു തരണം. വളരെയധികം പ്രയാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഷമീർ വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിലുള്ളതാണ്. ഏതെങ്കിലും രൂപത്തിൽ പുറത്തു പോയാൽ പച്ചവെക്കുമെന്ന് വിചാരിച്ചാണ് പോയിരുന്നത്. പക്ഷേ ഈ അപകട വാർത്ത കേട്ട് പെട്ടെന്ന് ജോലിയൊക്കെ വലിച്ചെറിഞ്ഞ് തിരിച്ചു പോരേണ്ടി വന്ന അവസ്ഥയാണുള്ളത്. ഞങ്ങളീ കാണുന്ന എല്ലാവരും ഒപ്പളും കളിച്ച് നടന്ന് ഒപ്പം കൂടിയ ഒരു ചെക്കനാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനെ ഒരു കടുപ്പിലാണ്. 3 മാസമായിപ്പോൾ, 3-4 മാസം അടുത്തായി. എനിക്ക് പാരൻ്റെ കീഴ്പ്പെട്ട് ഇങ്ങനെ അറിയുന്നില്ല. എനിക്കും ഇതേപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിസ്കരിക്കണം, പഠിക്കണം, സ്കൂളിൽ പോകണം. ഇപ്പോൾ ഈ ഒരു അവസ്ഥ വേണ്ടി എനിക്കിപ്പോൾ നടക്കില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരക്കൊക്കെ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വീഡിയോയിൽ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരിൽ അവരുടെ പേരിലെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ 10 രൂപയാണെങ്കിൽ 10 രൂപ നിങ്ങളോട് കഴിയുന്ന എത്രയാണോ അത് സഹായിച്ച് ആ പൊന്നുമോനെ എത്രയും പെട്ടെന്ന് ഇവരെ കൂട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചേൽപ്പിക്കണം. അതിന് നിങ്ങളുടെ സഹായം കിട്ടിയേ മതിയാവും. പ്രിയപ്പെട്ടവരെ, സഹായിക്കണേ.